ചരിത്രപരമായ വിഡ്ഢിത്ത നിലപാടിലൂടെ ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന ജ്യോതി ബസുവിന് പ്രധാനമന്ത്രിയാകാനുള്ള അവസരം കളഞ്ഞുകുളിച്ച CPM നിലവിൽ ചരിത്രപരമായ മറ്റൊരു പ്രതിസന്ധി നേരിടുകയാണ്. 2024 ലോക്സഭാ ഇലക്ഷൻ കഴിയുന്നതോടെ CPMന്റെ ദേശീയ പാർട്ടി സ്ഥാനം നഷ്ടപ്പെടുവാൻ പോവുകയാണ്. വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ഏറ്റവും പുതിയ വാർത്താ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ പേരിലേക്ക് എത്തുന്നതിനായി വീഡിയോ ലൈക്ക് കൂടി ചെയ്യുക. നിലവിൽ രാജ്യത്തെ 6 ദേശീയ പാർട്ടികളിലൊന്നാണ് CPM. ഒരു കാലത്ത് ബംഗാളിലും ത്രിപുരയിലും കേരളത്തിലും ഒരേ സമയം ഭരണത്തിലിരുന്ന പാർട്ടിയുടെ പിടിയിൽ നിന്ന് ബംഗാളും ത്രിപുരയും പോയതോടെ ദേശീയ രാഷ്ട്രീയ ഭൂപടത്തിൽ കേരളം മാത്രമായി CPMന്റെ ചുവന്ന തുരുത്ത്. കഴിഞ്ഞ 20 കൊല്ലത്തിലെ 4 തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ തകർച്ചയാണ് കണ്ടത്. ലോക്സഭയിൽ CPM നിർണായക ശക്തിയായ തിരഞ്ഞെടുപ്പായിരുന്നു 2004. ബംഗാളിൽ 26ഉം കേരളത്തിലെ 12ഉം തമിഴ്നാട്ടിലെയും ത്രിപുരയിലെയും 2 വീതവും ആന്ധ്രാപ്രദേശിലെ 1 43 സീറ്റുകളാണ് അന്ന് CPM നേടിയത്. വോട്ട് ഷെയർ 5.66%. ഭരണത്തിൽ നിർണായക സ്വാധീനം ചെലുത്തിയ ആ കാലത്തിനു ശേഷം 2009 സീറ്റുകൾ 16ആയി കുറഞ്ഞു. ബംഗാളിൽ 9, കേരളത്തിൽ 4, ത്രിപുരയിൽ 2, തമിഴ്നാട്ടിൽ 1. എന്നാൽ വോട്ട് വിഹിതത്തിൽ കാര്യമായ ഇടിവ് സംഭവിച്ചില്ല. 2014 എത്തിയപ്പോൾ കാലം മാറി, കണക്കും മാറി. വോട്ട് 3.6% മാത്രം. ജയിക്കാനായത് 9 സീറ്റുകൾ. കേരളം 5ഉം ബംഗാളും ത്രിപുരയും 2 വീതവും നൽകി. ദേശീയ തലത്തിൽ CPM തകർന്നടിഞ്ഞ 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആകെ ജയിച്ചത് 3 സ്ഥാനാർത്ഥികൾ. തമിഴ്നാട്ടിൽ DMK കോൺഗ്രസ് പിന്തുണയിൽ 2 പേർ വിജയിച്ചപ്പോൾ ഭരണവും സ്വാധീനവുമുള്ള കേരളത്തിൽ 1 സീറ്റ് മാത്രം. ആലപ്പുഴയിൽ AM ആരിഫ്. ബംഗാളിലും ത്രിപുരയിലും നിന്ന് ലോക്സഭയിലേക്ക് CPM പ്രതിനിധികൾ ഇല്ലാതെയായി. കനലൊരു തരിയെന്ന് ആശ്വസിക്കാമെങ്കിലും വോട്ട് ഷെയർ 1.75% താഴ്ന്നു. ദേശീയ പാർട്ടി പദവി ലഭിക്കുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ലോക്സഭയിലേക്കോ നിയമസഭയിലേക്കോ ഉള്ള പൊതുതെരഞ്ഞെടുപ്പിൽ 4 ലോക്സഭാ സീറ്റുകൾക്ക് പുറമെ 4 സംസ്ഥാനങ്ങളിലെ 6% വോട്ടുകളും പാർട്ടിക്ക് ലഭിക്കും. 4 അതിലധികമോ സംസ്ഥാനങ്ങളിൽ ഒരു പാർട്ടി സംസ്ഥാന പാർട്ടിയായി അംഗീകരിക്കപ്പെട്ടിരിക്കണം. കുറഞ്ഞത് 3 വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നെങ്കിലും ലോക്സഭയിലെ 2% സീറ്റുകൾ നേടണം. തുടങ്ങിയവയാണ് ദേശീയ പാർട്ടി പദവി ലഭിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ. സംസ്ഥാന പാർട്ടിക്കുള്ള വ്യവസ്ഥകളുമുണ്ട്. ആകെ സീറ്റിന്റെ കുറഞ്ഞത് 3% അല്ലെങ്കിൽ നിയമസഭയിൽ 3 സീറ്റുകൾ. ഓരോ 25 സീറ്റിനും അല്ലെങ്കിൽ ആ സംസ്ഥാനത്തിന്റെ ഒരു ലോക്സഭാ സീറ്റെങ്കിലും നേടണം. ലോക്സഭയിലേക്കോ സംസ്ഥാന നിയമസഭയിലേക്കോ പൊതുതെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്ത മൊത്തം സാധുവായ വോട്ടിന്റെ 6% നേടിയിരിക്കണം. കൂടാതെ ആ തിരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് ഒരു ലോക്സഭ 2 നിയമസഭാ സീറ്റുകളിലെങ്കിലും വിജയിക്കണം. ഒരു സംസ്ഥാനത്ത് ലോക്സഭയിലേക്കോ നിയമസഭയിലേക്കോ നടക്കുന്ന പൊതു തിരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും സീറ്റ് നേടുന്നതിൽ പാർട്ടി പരാജയപ്പെട്ടാലും സംസ്ഥാന പദവി അർഹതയുണ്ടാകുമെന്ന് നൽകാൻ ഒരു വ്യവസ്ഥ കൂടി ചേർത്തിട്ടുണ്ട്. സംസ്ഥാനത്ത് പോൾ ചെയ്ത സാധുവായ വോട്ടുകളുടെ 8% നേടിയാൽ സംസ്ഥാന പാർട്ടിയായി അംഗീകരിക്കപ്പെടും. നിലവിൽ 3 സംസ്ഥാനങ്ങളിൽ മാത്രമാണ് സംസ്ഥാന പാർട്ടി പദവി. കേരളത്തിലും തമിഴ്നാട്ടിലും ത്രിപുരയിലും. കേരളത്തിലും ത്രിപുരയിലും വോട്ട് വിഹിതവും തമിഴ്നാട്ടിൽ MP സ്ഥാനവും ഉള്ളതുകൊണ്ടാണിത്. 3 പതിറ്റാണ്ടിലേറെ സംസ്ഥാനം ഭരിച്ച ബംഗാളിൽ നിലവിൽ CPMന് MLA-മാരോ MP-മാരോ ഇല്ല. ലോക്സഭയിലെ ആകെ സീറ്റുകളുടെ 2% അഥവാ 11 സീറ്റുകൾ കുറഞ്ഞത് 3 സംസ്ഥാനങ്ങളിൽ നിന്നെങ്കിലും നേടിയാലും ദേശീയ പാർട്ടിയാവാം. ഈ 2 ചട്ടവും CPMന് നിലവിൽ വലിയ വെല്ലുവിളിയാണ്. 3 സംസ്ഥാനങ്ങളിൽ നിന്നായി 11 MP-മാർ കിട്ടാൻ കേരളത്തിൽ നിന്ന് CPMന് കുറഞ്ഞത് 8 സീറ്റെങ്കിലും കിട്ടണം. തമിഴ്നാട്ടിൽ ഇത്തവണയും DMK കോൺഗ്രസ് സഖ്യത്തിൽ 2 സീറ്റിലാണ് മത്സരിക്കുന്നത്. 2019 ഇതേ സഖ്യത്തിൽ മത്സരിച്ച 2 സീറ്റിലും ജയിച്ചിരുന്നു. മധുരയും കോയമ്പത്തൂരും. ഇത്തവണ മണ്ഡലങ്ങളിലൊന്നു മാറി. കോയമ്പത്തൂരിന് പകരം മധുരയ്ക്ക് തൊട്ടടുത്ത ഡിണ്ടിഗലിലാണ് മത്സരിക്കുന്നത്. 2ഇടത്തും ജയസാധ്യതയുണ്ട്. മൂന്നാമതൊരു സംസ്ഥാനത്തെ വിജയം ഇന്ത്യ സഖ്യത്തിന്റെ പരിഗണന അനുസരിച്ചിരിക്കും. രാജസ്ഥാനിൽ സിക്കാർ സീറ്റ് കോൺഗ്രസ് നൽകിയിട്ടുണ്ട്. ബീഹാറിൽ നിതീഷ് കുമാർ BJP പാളയത്തിലേക്ക് പോയതോടെ BJP വിരുദ്ധ സഖ്യത്തിൽ CPMന് പരിഗണന ലഭിക്കാനിടയുണ്ട്. കേരളത്തിൽ ഇത്തവണ 15 സീറ്റിലാണ് CPM മത്സരിക്കുന്നത്. കാസർഗോഡ്, കണ്ണൂർ, വടകര, കോഴിക്കോട്, മലപ്പുറം, പൊന്നാനി, പാലക്കാട്, ആലത്തൂർ, ചാലക്കുടി, ഇടുക്കി, എറണാകുളം, പത്തനംതിട്ട, ആലപ്പുഴ, കൊല്ലം, ആറ്റിങ്ങൽ എന്നീ സീറ്റുകൾ. സ്വന്തം ചിഹ്നത്തിൽ പരമാവധി വോട്ട് സമാഹരിച്ച് കൂടുതൽ പേരെ ലോക്സഭയിലേക്ക് വിജയിപ്പിക്കാനാണ് നീക്കം. മുൻപ് ഇടുക്കിയിൽ സ്വതന്ത്രനായി ജയിച്ച ജോയ്സ് ജോർജും മുസ്ലിം ലീഗിൽ നിന്നടുത്തിടെ ഇടത്തേക്ക് ചേർന്ന പൊന്നാനിയിലെ KS ഹംസയും മത്സരിക്കുന്നത് പാർട്ടി ചിഹ്നത്തിലാണ്. അങ്ങനെ ഇക്കുറി 15 സ്ഥാനാർത്ഥികളാണ് അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ കേരളത്തിൽ വോട്ടർമാർക്ക് മുന്നിലെത്തുക.